സാം. റോയൽ വേണ്ട. റോയൽ റോയൽ വേണ്ട. അയ്യോ. നീ ആടാ CBI? ഞങ്ങൾ എന്താ ചെയ്യുന്നറിയാൻ? ബ്ലഡി ബഗർ, വിടില്ല നിന്നെ. നീയോ ആ പെരട്ട കോച്ചും കൂടെ ചേർന്ന് ഫെലിക്സിനെ പുറത്താക്കി. ഓരോ കള്ളക്കഥ പറഞ്ഞ് ഞങ്ങളെയും കൂടെ പുറത്താക്കണോ നിനക്ക്? അയ്യോ റോയൽ പ്ലീസ് നിർത്ത്. വേണ്ട. Ron, please stop, Ron. Ron, നിർത്ത്. Ron, please stop, Ron. നീരാണ്. നീരണ് ഒറ്റ കുത്തുവെച്ചെറിഞ്ഞ് തല്ലി മേടിച്ചോണ്ട് വന്നിരിക്കോ? നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ എന്ത് ചെയ്തു? കള്ളക്കളി കാണിച്ച് വിജയ് സാറിനോട് പറഞ്ഞു കൊടുത്തു. അത് പിന്നെ പറയണ്ടേ? പോകരുത്തല്ലാരും കാണിച്ചത്. അവന്മാരൊക്കെ കാശുള്ള പിള്ളേരാ, എന്ത് തോന്നിയാസവും കാണിക്കാം. അതുപോലാണോ നീ? അതുകൊണ്ടാ മിണ്ടാതെ കൊണ്ടത്. അല്ലെങ്കിൽ എല്ലാത്തിനും അടിച്ച് ഷേപ്പ് മാറ്റിയാണ് ഞാൻ. ഓ പിന്നെ ജാക്കി ചാനൽ ഇയാള്. ഇവിടുത്തെ ബട്ടറും ബ്രോയിലർ ചിക്കനെ കടിച്ചു കയറ്റി കൊഴുത്തിരുണ്ട സാധനങ്ങൾ അത്. ഏതായാലും കിട്ടിയത് കിട്ടി. ഇനി ഇത് വിജയ സാറിനോട് പറയാൻ നിൽക്കണ്ട. ഇതിന്റെ പേരിൽ പിള്ളേരെ പുറത്താക്കലൊന്നും ഉണ്ടാവില്ല. പണി പോണത് ചിലപ്പോ നിന്റെ ആവും. നിനക്ക് ഈ തല്ലിപ്പൊളി നേഴ്സിന്റെ ചികിത്സ മതിയോ? വല്ല ഡോക്ടറെ കാണിക്കണോ? വേണ്ട. ഓ, ഇവളുടെ കൈ കൊണ്ടാവുമ്പോ നല്ല സുഖം ഉണ്ടാവല്ലേ? ഇതിന്റെ പേരും പറഞ്ഞ് രണ്ടുപേരും കൂടി കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ്ട. അവിടെ ഇവിടെ ആയിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ. അത് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല, മനസ്സിലായല്ലോ? അത് കുര്യാക്കോ സാറ് ഓർക്കുന്നത് നല്ലതാ. ഇതെത്രയാ? 50 രൂപ. ജോണേട്ടനല്ലേ? അതെ, ഞാൻ ശ്രീകുമാർ. മുമ്പൊരിക്കലും നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? അത് അദ്ദേഹത്തെ ഓർമ്മയുണ്ടോ? മാതാവേ, ഐസക് അല്ലത്? സാമിന്റെ പപ്പ. പപ്പാ, പപ്പാ. കുറെ കാലമായിട്ട് സാമിന്റെ പപ്പ എങ്ങനെയാ? ആരെയും തിരിച്ചറിയില്ല, കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല. പപ്പയുടെ ഒരു പഴയ സുഹൃത്താ ശ്രീകുമാർ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച കൽക്കത്തയിലെ ഹൗറ സ്റ്റേഷനിൽ വെച്ച് യാദൃച്ഛികമായി കണ്ടതാ ഞാൻ പപ്പയെ. പ്രാകൃത വേഷത്തിൽ പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ആളെ ആദ്യം എനിക്ക് മനസ്സിലായില്ല. സൂക്ഷിച്ചു നോക്കിയപ്പോ ഐസക്. പണ്ട് സ്റ്റേറ്റ് ബാങ്കിന്റെ കൽക്കത്ത ബ്രാഞ്ചില് ഐസക് ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നത്. അന്നേ അറിയപ്പെടുന്ന ഫുട്ബോളർ ഐസക്. മോഹൻ ബഗാന് വേണ്ടി കളിക്കുന്ന സമയത്ത് കൽക്കത്തയിലെ അന്നത്തെ ഏറ്റവും റിച്ചസ്റ്റ് മലയാളിയായ KT ജോസഫിന്റെ മകളുമായി പപ്പ പ്രേമത്തിലായി. സാമിന്റെ മമ്മയുമായി. ഒരു ദിവസം ഞങ്ങൾ പോലും അറിയാതെ പപ്പ അവരെ രജിസ്റ്റർ മാരേജ് ചെയ്ത് സ്ഥലം വിട്ടു. നേരെ പോകുന്നത് ഊട്ടിയിലേക്കാ. അത് കഴിഞ്ഞ് ഒരിക്കൽ ഊട്ടി വന്ന് കണ്ടിട്ടുണ്ട് ഞാൻ പപ്പയും മമ്മയും. അന്ന് സാം തീരെ കുഞ്ഞ. ജോണേറ്റിനെയും പരിചയപ്പെട്ടിരുന്നു അപ്പ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഐസക്കിനെ കാണുന്നത് ഈ അവസ്ഥയിലാണ്. ഐസക്, നോക്ക്, തന്റെ മോനാ. പള്ളിയിലെ മെഴുതിരിയും കത്തിച്ച് എത്ര കാലമായി അവൻ തന്നെ കാത്തിരിക്കുന്നത്. गाड़ी आ रही है, मेरी बीवी आ रही है. അന്ന് മമ്മയുടെ ആൾക്കാർ വന്ന് മമ്മയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അന്വേഷിച്ച് വീണ്ടും കൽക്കട്ടയിൽ ചെന്നത് ഐസക്. പക്ഷേ പപ്പയ്ക്ക് മമ്മയെ കാണാൻ കഴിഞ്ഞില്ല. മമ്മയുടെ ഡാഡിയുടെ ഗുണ്ടകള് പപ്പയെ തല്ലിച്ചതച്ച് റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയിട്ടു.
ആരോ കണ്ടതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ആ ഷോക്ക് ഉണ്ടാവും, ഓർമ്മ നഷ്ടപ്പെട്ടു. അന്നു മുതൽ മമ്മയെ തേടി അലഞ്ഞു നടക്കുക പപ്പ. സാം, ഇപ്പൊ നീയെങ്കിലും സത്യം അറിഞ്ഞേ പറ്റൂ. മമ്മ ജീവിച്ചിരിപ്പില്ല. വേറെ ആരെ കൊണ്ടോ നിർബന്ധപൂർവ്വം കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോ നിവൃത്തിയില്ലാതെ മമ്മ ആത്മഹത്യ ചെയ്താണത്രേ. പാവം, നിന്റെ പപ്പയ്ക്കറിയില്ല അത്. ഒന്നും അറിയാതെ അയാൾ ഇപ്പോഴും കാത്തിരിക്കുക. സാം, ഏയ്, എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ എന്തിനാ സാർ സങ്കടപ്പെടുന്നത്? കുട്ടിക്കാലത്തെ ഏതോ ഓർമ്മയില് ചിരിക്കുന്ന ഒരു മുഖം, അതാ എനിക്ക് മമ്മ. അതങ്ങനെ തന്നെ എപ്പോഴും മനസ്സിലുണ്ടാവും. എനിക്കിപ്പോ സന്തോഷാ. എന്റെ പപ്പയെങ്കിലും തിരിച്ചു വന്നല്ലോ. ഇനി എനിക്ക് എന്റെ പപ്പയെങ്കിലും ഉണ്ടല്ലോ. പപ്പ, ഈ വീട് ഓർമ്മയുണ്ടോ പപ്പയ്ക്ക്? നോക്ക്, ഇവിടെയാ പപ്പയും മമ്മയും താമസിച്ചിരുന്നത്. ഇവിടെ വെച്ചിട്ടാ മമ്മ എന്നെ പ്രസവിച്ചത്. ഒന്ന് ഓർത്തു നോക്കിയേ, ഇവിടെ വെച്ചാ പണ്ട് കുറെ ആൾക്കാർ വന്ന് മമ്മയെ പിടിച്ചോണ്ട് പോയത്. അന്ന് എനിക്ക് 3-4 വയസ്സേ ഉണ്ടാവും. കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല. മമ്മയെ കൊണ്ടുപോയെന്നും പറഞ്ഞ് പപ്പ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് മാത്രം ചെറിയൊരു ഓർമ്മ. എപ്പോ വരും? ആര്? ട്രെയിൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാ വരുന്നത്. പപ്പ ഇപ്പൊ കൽക്കട്ടയിലല്ല, ഇവിടെയാ, നമ്മുടെ പഴയ വീട്ടില്. മേരി ബീവി ആരോഹിക്ക ഇന്നലെ വരണ്ടടാ, വന്നില്ല. ഇന്ന് എന്തായാലും വരും. വന്നപ്പോ മുതല് പപ്പ ഇത് തന്നെയാണല്ലോ പറയുന്നേ. പപ്പയുടെ മനസ്സിലിപ്പോ അത് മാത്രമേ ഉണ്ടാവൂ. ഏതോ റെയിൽവേ സ്റ്റേഷനും ഇപ്പോഴും വരുന്നു വിചാരിക്കുന്ന എന്റെ മമ്മിയും. Who are you? What do you want? Nothing. പപ്പ, പപ്പ നോക്ക് പപ്പ, ഫുട്ബോള്. വാ, നമുക്ക് കളിക്കാം. ഐസക്കേ, ചെല്ല്. തന്റെ മോനല്ലേ വിളിക്കണത്? എത്ര ടൂർണമെന്റ് കളിച്ചിട്ടുള്ള പപ്പ, അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. പണ്ട് സന്തോഷ് ട്രോഫി കളിച്ചത്, മോഹൻ ബഗാനിൽ കളിച്ചത്. അന്ന് പപ്പ അടിച്ചൊരു പെനാൽറ്റി ഗോൾ ഓർമ്മയുണ്ടോ? ആ ഗോൾ കൊണ്ടാ കേരളം അന്ന് ഫൈനൽ ജയിച്ചത്. അതൊക്കെ മറന്നോ പപ്പ? ദാ ബോള്, നോക്ക് നോക്ക് പപ്പ. ഊണിലും ഉറക്കത്തിലും ഫുട്ബോൾ എന്നും പറഞ്ഞ് നടന്നിരുന്ന ആളാ. പപ്പ വാ, നമുക്ക് ഞങ്ങളുടെ സ്കൂളിൽ പോകാം. ഞങ്ങളുടെ സ്കൂൾ പപ്പ കണ്ടിട്ടില്ലല്ലോ. ആ ഗ്രൗണ്ടിൽ കളിക്കാം നമുക്ക്. പപ്പാ വാ പപ്പാ. പപ്പാ, എത്ര നേരം ഞാൻ വിളിക്കണു? വാ പപ്പാ. പപ്പാ വാ പപ്പാ.
ഇതിപ്പോ ആളില്ലാത്ത പോസ്റ്റിലേക്കല്ലേ ഗോളടിക്കണത്. ഗോളിയില്ലാതെ ഗോളടിക്കാൻ ഞാൻ വിചാരിച്ചിട്ട് പറ്റൂലേ. കാണുമ്പോ അങ്ങനെ തോന്നും, പക്ഷെ അത്ര എളുപ്പമല്ല. സെൻട്രൽ ലൈനിൽ നിന്നും സീറോ ആംഗിളിൽ നിന്നും ഒക്കെ വളരെ ഈസി ആയിട്ടാണ് അവൻ പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യുന്നത്. കളി അറിയാത്ത ഒരാൾക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്ത് ഗോളാക്കാൻ പറ്റില്ല. മുമ്പിൽ ഒരു പ്ലെയറെ സങ്കല്പിച്ച് ഒരു എക്സ്പെർട്ട് പ്ലെയർ ഡ്രിബിൾ ചെയ്യുന്ന പോലെയാണ് സാം മൂവ് ചെയ്യുന്നത്. അതും വളരെ പെർഫെക്റ്റ് മൂവ്. ഒരു കാര്യം ഉറപ്പാ, കളിച്ചിട്ടില്ലെങ്കിലും ലൈന് പുറത്തു നിന്ന് അവൻ ശരിക്കും ഫുട്ബോൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ശ്രമിച്ചാൽ he can become a great player. Come on, tackle him. Come on! Come on, Sam! Goal! Tackle me. Well done, sir. കലക്കടാ, നീ സാധാരണക്കാരനല്ല, പെനക്ക് മറഡോണയിലുണ്ടായ റൊണാൾഡോയാടാ. ഷുഗറും പ്രഷറും മാത്രമല്ല, ഫുട്ബോളും പാരമ്പര്യം കിട്ടുമെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. സാം, ഇവിടെ പന്ത് പെറുക്കി കളയാനുള്ളതല്ല നിന്റെ ലൈഫ്. നീ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ഏതെങ്കിലും നല്ല ടീമിൽ ചേർന്ന് കളിക്കണം. നിനക്ക് വലിയൊരു ഫ്യൂച്ചറുണ്ട്. ഒരുപാട് ഹൈറ്റ്സിലെത്തും നീ. നമുക്ക് സാമിനെ സ്കൂൾ ടീമിൽ എടുത്താലോ അങ്കിൾ? സാം ടീമിലുണ്ടെങ്കിൽ ഒരു മാച്ചും നമ്മൾ തോക്കില്ല. അതെങ്ങനെയാ? സാം ഇവിടെ പഠിക്കുന്നില്ലല്ലോ. സ്റ്റുഡൻസിനല്ലേ ഇവിടുത്തെ ടീമിൽ കളിക്കാൻ പറ്റൂ. It's a warm wind, the west wind full of birds' cries. I never hear the west wind, but tears are in my eyes. For it comes from the west lands. ഇത് രാഹുലിന്റെ സ്ഥിരം പരിപാടിയാണല്ലോ. പോയിക്കോ. ഇനി ക്ലാസ്സിൽ വരുമ്പം കയ്യിലൊരു പ്ലാസ്റ്റിക് ഇട്ടൂടെ കരുതിക്കോണം. സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചാലോ? അപ്പൊ ടീമിലെടുത്തൂടെ? This is absolutely rubbish, sir. ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ടിനെ, അതും ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫിനെ. സർ, നമ്മുടെ സ്കൂളിന്റെ സ്റ്റാൻഡേർഡിനെ തന്നെ അത് സ്റ്റാൻഡേർഡ് കൂടുകയുള്ളൂ മാഡം. പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തൊരു കുട്ടിക്ക് അത് നൽകുന്നല്ലേ സാർ സ്കൂളിന്റെ ഗ്രേറ്റ്നസ്. മാത്രമല്ല, ഇത് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്ന് വന്ന സജഷനാ. അവരുടെ ആരുമല്ല പയ്യൻ. എന്നിട്ടും അവർ അവനോട് കാണിക്കുന്ന സ്നേഹം കണ്ടില്ല എന്നടിച്ചാൽ കുട്ടികളുടെ മുമ്പിൽ നമ്മളാ ചെറുതാവുക. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ വിജയ്. ഫീസിന്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ സ്പോർട്സ് കോട്ടയിൽ നമുക്ക് സ്കോളർഷിപ്പ് നൽകാം. വേറെയും സ്റ്റുഡൻസിന് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ബട്ട് ദ പ്രോബ്ലം ഈസ്, അവൻ 7th സ്റ്റാൻഡേർഡ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ, അതും ഏതോ ഓർഡിനറി സ്കൂളിൽ. നമ്മൾ അവനെ അഡ്മിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ 7th സ്റ്റാൻഡേർഡിലല്ലേ പറ്റൂ. Are you joking, sir? 17 18 വയസ്സുണ്ടവന്. കുട്ടികൾ പിന്നെ അവനെ സാം എന്നല്ല, അങ്കിൾ സാം എന്നാവും വിളിക്കാം. കുട്ടികൾക്ക് അവന് ഇഷ്ടമാണ്. അവർ അതൊക്കെ ഒരു സ്പിരിറ്റിൽ എടുത്തോളൂ. സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? Your wish, sir. But sir, still I have my objection. ഇത് ബാക്ക് ഡോറിലൂടെയുള്ള അഡ്മിഷൻ ആണ്. അത് നമ്മുടെ സ്കൂളിന്റെ പ്രൊസീജിയറിന് തന്നെ എതിരാ. At least he should pass the entrance exam. Yeah. That's right, Mr. Vijay. ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. അയാൾ എൻട്രൻസ് എഴുതട്ടെ.
എന്തായി അങ്കിൾ? 7th അഡ്മിഷൻ തരാമെന്ന് സമ്മതിച്ചു. പക്ഷേ ഫീസ് കെട്ടണല്ലേ സാർ? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ലെന്ന്. ഫീസിനേക്കാളും കട്ടിയാവും സാമിനെ പോലെ ഒരാൾക്ക് ഇവിടുത്തെ എൻട്രൻസ് ടെസ്റ്റ്. അത് ജയിക്കണം. ആ മേരി ലൂക്കയ്ക്ക് വാശി. അവരാണ് ടെസ്റ്റ് നടത്തുന്നതെങ്കിൽ കട് കട്ടിയാവും. അപ്പൊ ഇനി എന്ത് ചെയ്യും സാർ? ഞങ്ങള് പോയിന്ന് സംസാരിച്ചാലോ അങ്കിൾ? ഏയ്, അത് നടക്കില്ല. അവർ അടമന്റാ. എടാ സാമേ, ജീവിതം എന്ന് പറയുന്നതേ ഒരു ഫുട്ബോൾ കളിയാ. ആർക്കായാലും കർത്താവ് ഒരു ചാൻസ് തരും ഗോളടിക്കാൻ. ഇത് നിനക്ക് കിട്ടിയ പെനാൽറ്റി ആണെന്ന് കരുതി മേരി ലൂക്കയുടെ പോസ്റ്റിലേക്ക് തന്നെ നമുക്ക് ഗോളടിക്കാം. എൻട്രൻസ് എങ്കിൽ എൻട്രൻസ്, നമുക്കൊരു കൈ നോക്കാടാ. അതെ സാം, ഞങ്ങൾ പഠിപ്പിക്കാം സാമിനെ. ഞങ്ങൾ നമുക്കൊന്ന് ശ്രമിക്കാം അല്ലേ സാർ? പിന്നെ നീ ശ്രമിക്കുമ്പോ ഞങ്ങൾ പരിശ്രമിക്കും. Samuel Langhorne Clements, who wrote The Adventure of Tom Sawyer, is better known as Fatima, you know the answer? No, book നോക്കാം. Okay. Sherlock Holmes is the creation of... ആ തള്ളറിഞ്ഞതിന്റെ പണി പോണ കേസാ. അതേപോലെ സീല് വെച്ച ആൻസർ ഷീറ്റ് 6 അത്രയൊക്കെ എഴുതിയ പോരെ? മതി, മരണങ്ങട് ഞാൻ കാണട്ടെ. മണ്ട വല്ലത് അറിഞ്ഞിട്ടാണ് എഴുതി കൂട്ടണത്. ചുമ്മാ എന്തെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ മാമിന് ഡൗട്ട് അടിക്കില്ലേ? ഇത് ഞാൻ പണ്ട് SLC എഴുതിയ പോലെ സിനിമ പാട്ട് എഴുതി വെച്ചോട്ടു. ഇനി എന്താണ് പ്ലാൻ? ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. Good morning, ma'am. What do you want? What are you looking there? ഇല്ല, ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാ. No, do not disturb the boy. Out. സോറി മാം, ഇപ്പൊ തന്നെ ചോദിക്കേണ്ട ഡൗട്ടാ. പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ പിന്നീട് അതൊരിക്കലും ചോദിക്കാൻ പറ്റാതെ വരും. എക്സാം ഹാളിലല്ല തന്റെ ഡൗട്ട്. പുറത്തു പോകാനാ പറഞ്ഞത്. അയ്യോ, ഞാൻ പുറത്തു പോയിക്കോളാം, അതിലേക്ക് വിരോധമില്ല. പക്ഷെ മാം, എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാ, when I was a father, അല്ല പണ്ട് ഞാൻ അച്ഛനായിരുന്ന കാലത്ത് കർത്താവായി യേശു പറഞ്ഞൊരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ, ഞാൻ പോയി. ഓക്കെ സാം, ഓക്കെ മാം, ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? കുര്യാക്കോ സർ കൽക്കി കഴിഞ്ഞു. ഇല്ല, 3 ആൻസറും കൂടി ഉണ്ട്. അത് വിട്ടേക്ക്, പാസ്സാവാനുള്ള ആൻസേഴ്സ് ആയിട്ടുണ്ടാവും. അമ്മേ, അയ്യോ അയ്യോ, അമ്മേ, അയ്യോ. Oh God, what's the problem with this guy? Hey boy, എനിക്ക് get up. എന്താ മാം? ഇതില് പോയപ്പോ ശബ്ദം കേട്ട് ഓടി വന്നതാ. എന്ത് പറ്റി? See boy, ബോധം കെട്ട് വീണു. അയ്യോ, എടാ സാമേ, ആ വെള്ളം. കൊറേ ദിവസം ഉറക്കൊഴിച്ച് പഠിച്ചതിന്റെ ക്ഷീണം കൊണ്ടാവും. ഇത് പിടി. അവനവനെ കൊണ്ട് എടുത്താ പൊന്താവുന്നതേ പൊക്കാവൂ. ഇതൊന്നും പിള്ളേർക്ക് പറഞ്ഞ മനസ്സിലാവില്ല മാഡം. Nothing doing, just call the doctor. Sir, I can't believe that boy. I'll entrance pass.